ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. നമുക്ക് അമേരിക്കയിൽ നിന്ന് തന്നെ തുടങ്ങാം. അമേരിക്കൻ സുപ്രീം കോടതിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നിയമങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ കോടതി താക്കീത് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിൻ്റെ താരിഫിനെ എടുത്ത് കളയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പരാജയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ട്രംപ് കോടതിക്കെതിരെ തന്നെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം അമേരിക്കയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇതുവരെ ട്രേഡ് ഡീലുമായിട്ട് എത്തിപ്പെടാത്ത രാജ്യങ്ങൾക്കെല്ലാം തന്നെ അഡീഷണൽ ആയിട്ട് 10% താരിഫും കൂടി ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് എന്നുള്ളൊരു അറിയിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഓർഡറും കൂടി പാസ്സാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജപ്പാൻ 25% താരിഫാണെന്നുണ്ടെങ്കിൽ അവർ ഇതുവരെ ഒരു ട്രേഡ് ഡീലിൽ എത്തിയിട്ടില്ല. കാരണം അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു 500 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തർക്കം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജപ്പാൻ്റെ മേളിൽ ഈ ഒരു അഡീഷണൽ 10% താരിഫും കൂടി വരും. അപ്പോൾ ഇത് ജപ്പാന് മാത്രമല്ല, 25% താരിഫ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സൗത്ത് കൊറിയയ്ക്ക് മേളിൽ വരും. അപ്പോൾ ഇതുപോലെ നിരവധി രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് ട്രേഡ് ഡീലിൽ എത്താത്ത രാജ്യങ്ങൾക്ക് നിലവിൽ എത്രയാണോ താരിഫ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, കോടതി അതിനെ വിലക്കിയാലും കോടതിയുടെ വിലക്കിനെ ഒരു രീതിയിലും മുഖവിലക്കെടുക്കാതെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച താരിഫിൽ നിന്നും അഡീഷണൽ ആയിട്ട് 10% തീരുവ കൂടി ചുമത്തിക്കൊണ്ട് ഗ്ലോബലി ആഗോളതലത്തിൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് ട്രംപ് എടുത്തിരിക്കുന്ന നിയമവശം, അപ്പോൾ അതായത് ബേസ് ലൈൻ താരിഫ് 10% ഓൾറെഡി ഉണ്ടല്ലോ, എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ തന്നെയും ഈ ബേസ് ലൈൻ താരിഫ് അപ്ലൈ ചെയ്തിരിക്കുന്ന രാജ്യങ്ങൾക്ക് വരെ 20% അത് ഉയരും. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന് 1974 റൂൾ ഓഫ് ലോ, ആ ബേസിസിൽ ആർട്ടിക്കിൾ 122 അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ 10% പ്രസിഡന്റിന് തീരുമാനിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഈ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ പാസ്സാക്കിയിരിക്കുകയാണ്. അപ്പം കോടതിയും ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള ആ ഒരു പോര് തുടങ്ങിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കില്ല എന്നുള്ളത് വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു കഴിഞ്ഞു. അവരുടെ കമേഴ്ഷ്യൽ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഈ തീരുമാനത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനാണ്, അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിലുപരി ഒന്നും തന്നെ ചെയ്യാനില്ല. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി കോടതിയുടെ വിധിയെ മറികടന്നു എന്നുള്ള നിലയിൽ ഇനി നെസറ്റിലും കോൺഗ്രസിലൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബഹളങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഡൊണാൾഡ് ട്രംപ് പുതുതായിട്ട് പ്രഖ്യാപിച്ച ഈ ഒരു താരിഫ് ഉണ്ടല്ലോ, അപ്പോൾ അത് ബേസ് ലൈൻ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് 20% ആയിരിക്കും. യൂറോപ്പിന് ബേസ് ലൈൻ താരിഫ് 15%. അപ്പോൾ അതിനോടൊപ്പം 10% കൂടുമ്പോഴത്തേക്കും 25% താരിഫായിട്ട് മാറുകയാണ്. ഇതാണ് നിലവിലെ പിക്ചർ. ഇനിയിപ്പോൾ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് താരിഫ് എത്രയാണ്? ഇന്ത്യ ഒരു ടെമ്പററി ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് 2 വിഷയങ്ങളാണ് പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യയുടെ വിഷയം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ എടുത്തു പറഞ്ഞ സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ട് നമ്മളൊരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് മേളിൽ ഈ ഒരു അഡീഷണൽ 10% ആ താരിഫ് ഇല്ല, ഇപ്പം നിലവിൽ പ്രഖ്യാപിച്ച താരിഫ് ഇല്ല. അപ്പോൾ ഇന്ത്യയുടെ താരിഫ് 18% തന്നെ തുടരും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ വീണ്ടും ട്രംപ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്തിയതിൻ്റെ ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. ഇത് തുടർച്ചയായിട്ട് ട്രംപ് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ അടങ്ങുന്ന ഡിപ്ലോമാറ്റ് സംഘം അമേരിക്കയിൽ സന്ദർശനം നടത്തി ട്രംപിനെ കണ്ട് സംസാരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് എന്താണ് വേണ്ടത് എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി ഇതിലൊരു തീരുമാനമുണ്ടാക്കണം. കാരണം ഇപ്പം 1.5 വർഷമായിട്ട് ട്രംപ് ഈ ഒരു വിഷയം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യക്കും നല്ലതല്ല, അമേരിക്കയ്ക്കും നല്ലതല്ല. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ട്രാൻസ്പെറൻസി ഇല്ലാത്തൊരവസ്ഥയായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റി മനസ്സിലാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഈ വിഷയത്തിലുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 200% താരിഫ് ഞാൻ ഇടും 2 രാജ്യങ്ങൾക്കും. അതുകൊണ്ട് നിങ്ങളുടെ വ്യാപാരം അമേരിക്കയുമായിട്ട് അവതാളത്തിലാവും. ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറാനിടയായത് ട്രംപ് പ്രപ്പോസ് ചെയ്ത 200% താരിഫ് ഭീഷണിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ എന്നോടാണ് കോടതി ഇത്തരത്തിലുള്ള നിലപാടെടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ ചെറിയ തോതിലാണ് താരിഫ് ഈടാക്കുന്നത്, ചെറിയ എമൗണ്ടാണ്. ഈ ട്രേഡ് ഡെഫിസിറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ ചെറിയ തുകയാണ് ഞാൻ ഈടാക്കുന്നത്. ഇന്ത്യയുമായിട്ട് അമേരിക്ക ഒപ്പുവെച്ചിരിക്കുന്ന പുതിയ വ്യാപാര കരാറിൽ ഒന്നുകൂടി പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അതായത് അമേരിക്കൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ, അമേരിക്കൻ കർഷകരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ട്രംപ് പറയുന്നുണ്ട്. പറയുന്ന വിഷയം വളരെ വ്യക്തമാണ്. പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഇങ്ങോട്ട് സാധനങ്ങൾ കയറ്റി അയക്കുമ്പോൾ അവർക്ക് 18% താരിഫുണ്ട്. പക്ഷെ അമേരിക്ക ഇന്ത്യയിലേക്ക് സാധനം അയക്കുമ്പോൾ അതിന് താരിഫ് ഇല്ല എന്നാണ് ഓപ്പൺ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ന്യൂആൻസസ് എന്താണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാരിഫൈ ചെയ്ത് നോക്കിയ വിഷയമാണ്. എന്നാൽ ട്രംപ് ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് അമേരിക്കയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ. അതായത് ഇന്ത്യക്കുള്ളിലേക്ക് അയക്കുമ്പോൾ താരിഫില്ല, അമേരിക്കയിലേക്ക് ഇന്ത്യ അയക്കുമ്പോൾ താരിഫ് ഉണ്ട് എന്ന് പറയുന്നത് അതിനകത്ത് ശരിക്കും ഒരു ബ്ലണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനകത്ത് പല സാധനങ്ങൾ കാറ്റഗറിയൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്.
ചില പ്രത്യേക കാറ്റഗറികൾക്ക് തീർച്ചയായിട്ടും ട്രംപ് പറയുന്നത് പോലെ 0% ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മളുടെ ഫാർമേഴ്സിനെയും അത് ഡയറി പ്രോഡക്ട്സ് ഉൽപ്പാദകരെയൊക്കെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ വിവരങ്ങൾ എന്തായാലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദ്യം ഉയർത്തിയപ്പോൾ ട്രംപ് പറഞ്ഞത് ഏതാണ്ട് 32,000 ഇറാനിയൻ പൗരന്മാരെ ഇറാൻ ഇതുവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രതിഷേധം തുടങ്ങിയതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നാണ് ട്രംപ് തിരിച്ചു ചോദിക്കുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയർ ഡീൽ അല്ലെങ്കിൽ നോൺ പ്രോളിഫറേഷൻ ട്രീറ്റി ഇതെല്ലാം വിട്ടുമാറിയിട്ട് ഇപ്പം തികച്ചും ഈ പൗരന്മാരെ വധിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നിരിക്കുകയാണ് ട്രംപ്. ഇന്നലെ തന്നെ ഞാനൊരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ട്രംപ് ഒരു 10 to 15 days എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വേഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ട്രംപ് പറയുന്നില്ല. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അത് നോൺ ഡിസ്ക്ലോഷർ എന്നുള്ള പേരിൽ അവർ കീപ്പ് ചെയ്യുന്ന ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ആയിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എപ്പം ഇറാനെ അറ്റാക്ക് ചെയ്യുമെന്നുള്ള ചോദ്യത്തിനോടുള്ള പ്രതികരണമായിരുന്നു ട്രംപ് ഇങ്ങനെ പറഞ്ഞത്. അതുപോലെ ഇസ്രായേൽ ബെക്ക വാലിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ലെബനൻ്റെ ഉള്ളിൽ 3 ഹിസ്ബുള്ള നേതൃത്വ നിരയിലുള്ള ആൾക്കാരെ വധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനോടൊപ്പം ഒരു 10 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ആക്രമണത്തിൽ, ഇന്നലെ നടത്തിയ അറ്റാക്കിൽ. അതുപോലെ ബംഗ്ലാദേശ് ഇന്ത്യയും തമ്മിലുള്ള വീസ അത് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്യാനുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഇന്ന് അല്ലെങ്കിൽ നാളെ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള വീസ സർവീസസിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് വെച്ച് മുന്നോട്ട് പോകാനാണ് BNP പാർട്ടിയുടെ നേതാവായിട്ടുള്ള താരിഖ് റഹ്മാൻ, നിലവിലെ ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ, തീരുമാനിച്ചിരിക്കുന്നത്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം ന്യൂട്രലായിരിക്കും. ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ചൈനയെയും ഇന്ത്യയും കൗണ്ടർ ചെയ്തുള്ള ഒരു ഡിപ്ലോമാറ്റിക് ബാലൻസ് ഫോറിൻ പോളിസിയാണ് താരിഖ് റഹ്മാൻ രൂപീകരിക്കുന്നത്. അതുപോലെ ഡൽഹി റെഡ് ഫോർട്ടിൻ്റെ അവിടെ ഒരു ഭീഷണിയുണ്ട്. ബോംബ് ഭീഷണി. അവിടെ ഒരു പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് CRPF ഉൾപ്പെടെ റെഡ് ഫോർട്ടിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്, സെക്യൂരിറ്റി ശക്തമാക്കിയിട്ടുണ്ട്. ചിലിയിൽ റോട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ലിക്വിഡ് ഗ്യാസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്തുകൊണ്ടിരുന്ന ടാങ്കർ ലോറി അത് പൊട്ടിത്തെറിച്ച് ലിക്വിഡ് ഗ്യാസ് ഇങ്ങനെ സ്പ്രെഡ് ആകുന്ന രംഗമാണ് കാണുന്നത്. ഇത് അവസാനം തീഗോളമായി മാറി എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതിനകത്ത് ഈ ഒരു അപകടത്തിൽ 4 പേര് മരണപ്പെട്ടു, 17 പേർക്ക് ഗുരുതരമായ പരിക്ക്. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. ആഫ്രിക്കൻ റീജിയനിൽ ഉണ്ടാകുന്ന ഒരു ഡെവലപ്മെൻറ്റ്. എത്യോപ്യയും സുഡാനും തമ്മിൽ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സുഡാനിൽ 2 ടീമുകളുണ്ട്. സുഡാനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ 2-3 സീരീസ് ഓഫ് വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഓൾറെഡി തന്നെ അത് കണ്ടിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സുഡാനിൽ 2 ഗ്രൂപ്പുണ്ട്. അതായത് സുഡാൻ ആർമി എന്ന് വിളിക്കുന്ന, നിലവിൽ അവർക്ക് യാതൊരു പൊസിഷനും ഇല്ല, പക്ഷെ എന്നാലും സുഡാനീസ് ആംഡ് ഫോഴ്സസ് എന്ന് വിളിക്കും, SAF, അങ്ങനെ ഒരു സംഘടനയുണ്ട്. അതുപോലെ തന്നെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് വിളിക്കുന്ന RSF. ഈ RSFും SAFും തമ്മിലാണ് അവിടെ തമ്മിലടി നടക്കുന്നത്. അപ്പോൾ ഈ സുഡാനിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ 2 സെക്ഷനിലായിട്ട് 2 സെക്ടറിലുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അടി കൂടുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൽ ഈ RSF എന്ന് പറയുന്നത് UAE ബാക്ക്ഡ് ഫോഴ്സാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ ഈ SAFനെ പിന്തുണയ്ക്കുന്നത് തുർക്കി, സൗദി അറേബ്യ, ഈജിപ്റ്റ്, 3 രാജ്യങ്ങളും അവരെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇപ്പുറത്ത് RSF, ഈ RSFനെ എത്യോപ്യ പിന്തുണയ്ക്കുന്നുണ്ട്. എത്യോപ്യ പിന്തുണയ്ക്കാൻ 2-3 കാരണങ്ങളുണ്ട്. കാരണം എത്യോപ്യ അങ്ങ് UAE അകമഴിഞ്ഞ് സഹായിക്കുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഹായിച്ചേ പറ്റൂ, അങ്ങനത്തെ നിർബന്ധിത അവസ്ഥയാണ്. അതിന് കാരണമായി പറയുന്നത് എത്യോപ്യയ്ക്കുള്ളിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ നൈൽ റിവറിന് കുറുകെ ഒരു ഡാം പണിയുന്നുണ്ട്. ഗ്രാൻഡ് എത്യോപ്യൻ റിനൈസൻസ് ഡാം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഗ്രാൻഡ് എത്യോപ്യൻ റിനൈസൻസ് ഡാം, ഷോർട്ട് ഫോം ആയിട്ട് GERD എന്ന് വിളിക്കും. അപ്പോൾ ഈ GERD പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡാം പണിയുന്നത്. ഇത് അവരുടെ രാജ്യത്തിൻ്റെ ഒരു പൊളിറ്റിക്കലി പ്രാധാന്യമുള്ള പ്രപ്പോസ് ചെയ്യപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. ഇത് ഏത് പാർട്ടി അവിടെ വന്ന് ഭരിച്ചാലും, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാർ അവിടെ റൂൾ ചെയ്യാൻ വന്നാലും ഇത് ഈ ഒരു പ്രോജക്റ്റിൽ നിന്നും പിന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് അവിടുത്തെ ആ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോജക്റ്റ് വളരെ ശക്തമായി തന്നെ എത്യോപ്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സുഡാൻ വഴി എന്താണ് നടക്കുന്നത് പറഞ്ഞാൽ, ഈ സുഡാൻ വഴി ഈജിപ്തിൻ്റെ ഇരട്ടത്താപ്പ്, ഈജിപ്തും അതുപോലെ സുഡാനും ഈ പ്രോജക്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ, ഈ എത്യോപ്യയിൽ നടക്കുന്ന ഈ പ്രോജക്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ നൈൽ റിവറിൽ നിന്നും വരുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറവ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അവരുടെ സൈഡിലുള്ള വാദം. പക്ഷേ എത്യോപ്യ പറയുന്നത് ഒരിക്കലും ഇത്രയും വലിയ നൈൽ റിവറിനെ ഞങ്ങൾ തടഞ്ഞു വെച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, കാരണം അത്രമാത്രം വെള്ളമുണ്ട്. അപ്പോൾ ഈ ഡാം ഒരു ബാരേജ് ആയിട്ട് മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. വാട്ടർ ഡൈവേർട്ട് ചെയ്ത് തീർച്ചയായിട്ടും
നൈൽ റിവറിലൂടെ തന്നെ ഒഴുകുമെന്നാണ് പറയുന്നത് എത്യോപ്യ. പക്ഷെ അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഈജിപ്തിന്റെയും സുഡാന്റെയും നിലപാട്. അപ്പോൾ ഈജിപ്തും സുഡാനും ഈ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇപ്പോൾ സൗദി അറേബ്യയുടെ സപ്പോർട്ടും കൂടി ഉണ്ട്. സൗദി അറേബ്യ UAE-ക്കെതിരെ നിലപാടെടുത്ത് ആഫ്രിക്കയിൽ കയറി കളിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ഈജിപ്തും സുഡാനും കൃത്യമായിട്ട് UAE-ക്കെതിരെ കരുക്കൾ നീക്കാൻ തയ്യാറാകാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ചേരിതിരിവ് ഉണ്ടാകുന്നത് UAE സപ്പോർട്ട് ചെയ്യുന്ന എത്യോപ്യ, സൊമാലിലാൻഡ് ഇതെല്ലാം തന്നെ ഒരു സൈഡിലും, മറ്റേ സൈഡിൽ സുഡാൻ ആംഡ് ഫോഴ്സസ് എന്ന് പറയുന്ന SAF എന്ന് പറഞ്ഞ ആ സുഡാനികളുടെ ടീമും, അതേപോലെ ഈജിപ്റ്റ്, സൗദി അറേബ്യ, തുർക്കി ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് മറ്റൊരു സൈഡിൽ വേറൊരു ടീമും. ഈ രണ്ട് ടീം അവിടെ ഫോം ആയിരിക്കുകയാണ്. ഇതിന്റെ ചരിത്രപരമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ എരിത്രിയ എത്യോപ്യയിൽ നിന്നും സെപ്പറേറ്റ് ആയ സ്റ്റോറി നമ്മൾ ഇതിനകത്ത് ലിങ്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒറോമിയ, ഒഗാഡൻ എന്ന് പറഞ്ഞ രണ്ട് ഗോത്രവർഗ്ഗങ്ങളുണ്ട്. ഒറോമിയ, ഒഗാഡൻ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ഗോത്രവർഗ്ഗങ്ങളും പ്രത്യേക സ്ഥലങ്ങളിൽ നിന്ന് ഇവർ രണ്ട് ചേരി തിരിഞ്ഞു പോയതാണ്. 1884 ബെർലിൻ കോൺഫറൻസ് തൊട്ട് എത്യോപ്യ സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യമായിട്ട് തന്നെയാണ് തുടരുന്നത്. ഇതിനകത്ത് ഈ കോളനൈസേഷന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തന്നെ എത്യോപ്യ ഏറ്റവും കൂടുതൽ യൂറോപ്യൻ വെപ്പൺസ് ആണ് ഈ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ മത്സരിച്ച് ഈ യൂറോപ്യന്റെ വക്കിൽ നിന്ന് വാങ്ങിച്ചു കൂട്ടിയത്. ഈ ഒഗാഡൻ എന്ന് പറഞ്ഞ ഗോത്രക്കാരാണ് സെപ്പറേറ്റ് ആയിട്ട് എരിത്രിയ വേണം എന്ന് പറഞ്ഞിട്ട് 1960 വരെ എത്യോപ്യ എടുത്ത് മത്സരിച്ചിരുന്നത്. അങ്ങനെ 1960 ശേഷമാണ് എരിട്രിയ എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ആവുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒഡാഗൻ എന്ന് പറഞ്ഞ ഈ ഗോത്രവർഗത്തിലുള്ള ആൾക്കാർ എടുത്ത തീരുമാനമാണ്. അപ്പോൾ തുടർച്ചയായിട്ട് സൊമാലിയയുമായിട്ട് ബന്ധപ്പെട്ട്, സൊമാലിലാൻഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ട് തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് പിണഞ്ഞ് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ അതിലേക്ക് കൂടുതലായിട്ട് ആഴ്ന്നിറങ്ങുന്നില്ല. സെപ്പറേറ്റ് ആയിട്ട് ഈ വിഷയത്തിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിടാം. അതിന് മുന്നേ ഇപ്പം പറയേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം ആഫ്രിക്കൻ റീജിയനിൽ ഈ രണ്ട് സെക്ടുകൾക്കിടയിൽ ഞാൻ പറഞ്ഞ രാജ്യങ്ങൾ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞുകൊണ്ട് എത്യോപ്യയ്ക്കും സുഡാനും ഇടയിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത രൂപപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പം വരുന്ന ഹോട്ട് ടോപ്പിക്. അപ്പോൾ എന്തായാലും വളരെയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.